ഫ്ലാഷ് ബാക്ക്. പ്രത്യേകിച്ച് ഈ അശ്വന്തിന്റെ പേരെടുത്ത് പറയാനാണെങ്കിൽ ഭയങ്കരമായ നെഗറ്റീവ്. എന്തിനാണ് റോട്ടിൽ കൂടെ പോണ ഏണിയൊക്കെ പിടിക്കണത്? വെറുതെ നാട്ടുകാരുടെ മുമ്പ് നാണം കെടാൻ. ആ നെഗറ്റീവ് എന്ന് പറയുന്ന ക്രിറ്റിസിസം അല്ല. ഇറ്റ് ഗോട്ട് ടു എ പോയിന്റ് വെയർ there was abuse. സ്വന്തം കാശ് ഇറക്കിയ ഒരു പ്രൊഡ്യൂസർ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ്. എന്നോട് ചോദിച്ചത് 1 ലക്ഷം രൂപയാണ്. അയ്യോ ഞെട്ടാൻ വിട്ടുപോയി. കുളിച്ച് മിടുക്കനായിട്ട് നിൽക്കുക, പണി ഞാൻ തരുന്നുള്ളൂ. വരാം. കുറേ നാളുകളായിട്ട് കുറേ പട്ടികൾ, എടാ പട്ടികളെ, ആ പട്ടികളോടാണ് പറയുന്നത്. ഞാൻ കാശ് വാങ്ങിച്ചിട്ടാണ് റിവ്യൂ ചെയ്യുന്നത്. വാട്ട് ദ ഫക്ക്? എങ്ങനെയാണ് കാശ് വാങ്ങിക്കുക? നീയും നിന്റെ തന്തമാരെല്ലാവരും കൂടെ ഒരു ചാക്കിൽ കെട്ടിയിട്ട് എനിക്ക് കാശ് പിന്നെ എൻ്റെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ സെക്യൂരിറ്റിന് എടുത്ത് കൊടുക്കണോ? ഓക്കെ, ഞാൻ ആവശ്യപ്പെട്ടു നീ പറയുന്നല്ലോ. എടാ ഒരു പറയുമ്പോൾ ഒരു മിനിമം മര്യാദ വേണം. എന്നെ നാണം കെടുത്ത് 1 ലക്ഷം ഉലുവയോ ഈ ഭൂമിക്ക് ആവശ്യമില്ലാത്തൊരു എനിക്കിഷ്ടപ്പെട്ടു, എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇങ്ങനെ മട്ടഹാസം എന്ന് പറഞ്ഞ സിനിമ, എടാ മാധവ് സുരേഷ്, നാണം ഉണ്ടെങ്കിൽ നീ നിനക്ക് എവിടുന്നാടാ കിട്ടിയത്? ഞാൻ നിന്റെ അച്ഛന്റെ സുരേഷ് ഗോപിയുടെ ഏറ്റവും വലിയ ഫാനായിരുന്നു ഞാൻ ഒരു കാലത്ത്, അറിയോ? നിന്റെ തന്ത നിന്റെ അച്ഛന്റെ ഫാനാണ് ഞാൻ. ഉളുപ്പിടറാ നിനക്ക് എന്നെ കുറിച്ച് പറയാൻ. ഞാൻ വെല്ലുവിളിക്കുന്നു. ഐ ചാലഞ്ച് യു, ഐ ഡെയർ യു. അവന്റെ ആത്മവിശ്വാസം തർക്കമില്ല. അവന്മാർ അങ്ങനെ പറയുന്ന ആളുകൾ. ഞാൻ പൈസ വാങ്ങിന്ന് പറഞ്ഞ ഊമ വന്നിട്ടില്ല. ആരാ പൈസ വാങ്ങിയത്? നീ ഇത്രക്കാരനാന്ന് ഞാൻ വിചാരിച്ചിട്ടാ. കൊമ്പത്തിരി നീ 4.5 കോടി, നിനക്ക് നാണല്ലടാ. 4.5 കോടി ഈ മറ്റേ മാധവ് സുരേഷിനെ വെച്ചിട്ട് 4.5 കോടി മുടക്കിയെന്ന്. ആ സമയത്ത് ഒരു മാസ് റോളിലാട്ടം വന്നേ. 5-6 അബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. മനസ്സിലായോ? വലിയ വ്യത്യാസമുണ്ട് മോനെ. എടാ മാധവേ പട്ടി പറയുന്നേ, നീ പറഞ്ഞ് 1 ലക്ഷം രൂപ ഞാൻ നിന്റെ അടുത്ത്, എടാ പട്ടി മാറപ്പട്ടി, നിന്റെ അടുത്ത് 1 ലക്ഷം രൂപ ചോദിക്കാൻ മാത്രം തെണ്ടിയാണ് ഞാൻ. സമാധാനമായല്ലോ, അനുഭവിച്ചു. ആരും പൈസ വാങ്ങിക്കുന്നില്ല, എല്ലാവരും അവരോട് പണിയെടുക്കുന്നു. എടാ കഴിവില്ലെങ്കിൽ പോയി സ്വയം കുനിഞ്ഞിരുന്നു ഊമ്പ. ദൈവത്തിന്റെ കയ്യിലാ. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. വരട്ടെ.